നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ വേവ്മോഷൻ എന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ഒക്കെ എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലം അല്ലേ, കണികകളുടെ കമ്പനം മൂലമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണെന്ന് നമ്മൾ അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് എങ്ങനെയുള്ള വേവ്സ് ആണ്? ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, അനുദൈർഘ്യ തരംഗമാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ പറഞ്ഞു ഈ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആകുമ്പോൾ അതിലെന്തുണ്ട്? കംപ്രഷനുണ്ട്, റെയർഫാക്ഷൻ ഉണ്ട്. അതായത് ലോ പ്രഷർ ഏരിയ ഉണ്ട്, ഹൈ പ്രഷർ ഏരിയയും ഉണ്ട് അല്ലേ. ലോ പ്രഷർ ഏരിയ, ഹൈ പ്രഷർ ഏരിയ അതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നു. ആ രീതിയിലാണ് സൗണ്ടും അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള 2 ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയ, ദാറ്റ് ഈസ് എ കംപ്രസ്ഡ് അല്ലെങ്കിൽ റെയർഫാക്ഷൻ ഏരിയ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്നതാണ് വേവ് ലെന്ത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ പറഞ്ഞു സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ സൗണ്ട് എല്ലാ മീഡിയത്തിലേക്കൂടെയും ഒരുപോലെയാണോ ട്രാവൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സൗണ്ടിൻ്റെ സ്പീഡ് എല്ലാ മീഡിയത്തിലും ഒരുപോലെയാണോ? നമുക്ക് നോക്കാം. നിങ്ങളൊരു ഡെസ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ആ സൗണ്ട് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? അല്ലേ, ഡെസ്കിലാണ് ടാപ്പ് ചെയ്യുന്നത്. ഡെസ്കിൽ ടാപ്പ് ചെയ്യുന്ന സൗണ്ട് എങ്ങനെ എത്തുന്നു? എയറിൽ കൂടിയാണ് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നത്. ഇനി നിങ്ങൾ ആ ഡെസ്കിനോട് ചേർത്ത് ചെവി വെക്കുക, ഡെസ്കിന് മേളിലേക്ക് ചെവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോഴും നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും ഇല്ലേ. ആ സമയത്ത് ഡെസ്കിലേക്ക് നമ്മൾ ചെവി ചേർത്ത് വെക്കുന്ന സമയത്ത് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഏതൊക്കെ മീഡിയ കൂടിയാണ്? എയറിൽ കൂടെയുണ്ട്. കൂടാതെ എന്താണ്, ആ ഡെസ്ക് എന്ന് പറഞ്ഞാൽ വുഡ് അല്ലേ, ആ ഒരു സർഫസിൽ കൂടെയും സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് പല മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾ കണ്ടു, എയറിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അധികം സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, ചെറിയ രീതിയിലുള്ള കേൾക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഡെസ്കിനോട് നമ്മൾ ചെവി നല്ലോണം ചേർത്ത് വെച്ചപ്പോൾ സൗണ്ട് നല്ലതുപോലെ അല്ലേ, നല്ലൊരു മുഴക്കത്തിൽ നല്ലതുപോലെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? സൗണ്ട് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. പക്ഷേ അതുപോലെ തന്നെ എങ്ങനെയാണ് സൗണ്ട് ഓരോ മീഡിയത്തിൽ കൂടെയും ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? അതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ സൗണ്ട് ഓരോ മീഡിയത്തിൽ കൂടെയും ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഓരോ മീഡിയത്തിൽ കൂടെയും ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറേ മീഡിയം, സോളിഡ് മീഡിയം, ലിക്വിഡ് മീഡിയം, ഗ്യാഷ്യസ് മീഡിയം, അതിൽ കൂടെ ഒക്കെ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ് സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റീൽ ആണെങ്കിൽ ഇങ്ങനെയാണ് 5941 മീറ്റർ പെർ സെക്കൻഡ്. അത് രണ്ടും സോളിഡ് മീഡിയമാണ്. അതുപോലെ തന്നെ ലിക്വിഡ് മീഡിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ വാട്ടറിൽ കൂടിയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1482 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ സീ വാട്ടർ എങ്ങനെയാണ്? 1522 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഗേഷ്യസ് മീഡിയം എയറിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ 343 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഹീലിയം ആണെന്നുണ്ടെങ്കിൽ 965 മീറ്റർ പെർ സെക്കൻഡ്. ഇതെല്ലാം ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മീഡിയയിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നതെന്ന് കണ്ടു. അതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടു. ഇതിൽ ഏത് മീഡിയത്തിൽ കൂടെയാണ് സൗണ്ട് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്? ഏതാണ്? അലൂമിനിയം ഇല്ലേ. അലൂമിനിയത്തിൽ കൂടെയാണ് സൗണ്ട് കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്നത്. ശരിയാണല്ലോ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് സ്പീഡ് ഏതിലാണ്? എയറിൽ കൂടെയാണ് സൗണ്ടിൻ്റെ സ്പീഡ് ഏറ്റവും കുറവ്. ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ സോളിഡ് ആയിട്ടുള്ള അലുമിനിയത്തിൽ കൂടെ ഫാസ്റ്റ് ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എയറിൽ കൂടെ എങ്ങനെയാണ്? സ്ലോയിൽ സ്പീഡ് അവിടെ കുറവാണ്. സൗണ്ടിൻ്റെ സ്പീഡ് എയറിൽ കുറവാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ടെമ്പറേച്ചറും സൗണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗണ്ടിൻ്റെ സ്പീഡും കൂടും. ഏത് മീഡിയ ആണെങ്കിലും, എയർ ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും സോൾഡ് ആണെങ്കിലും അവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ സ്പീഡും കൂടും. മനസ്സിലായല്ലോ? അപ്പോൾ മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ സ്പീഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയറിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് 331 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതായത് എയറിൽ കൂടെ അവിടുത്തെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ആ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ടെമ്പറേച്ചർ കൂടുകയാണ്, ഓൾമോസ്റ്റ്
ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അതായത് എയറിലുണ്ടാകുന്ന സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 343 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ ആയിരിക്കും. ഇനി പിന്നെ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ സപ്പോസ് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 346 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പം ഏത് മീഡിയം ആയാലും ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ സ്പീഡും കൂടും. മനസ്സിലായല്ലോ. അപ്പോൾ ടെമ്പറേച്ചറും സൗണ്ടും എങ്ങനെയാണ് ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗണ്ടിൻ്റെ സ്പീഡും കൂടും. മനസ്സിലായല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൗണ്ട് ആൻഡ് ദ ടെമ്പറേച്ചർ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സൗണ്ടിൻ്റെ സ്പീഡ് കൂടുന്നെന്ന് പറഞ്ഞു. അപ്പം സ്പീഡ് ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ഫാക്ടർ ഏത് നോക്കാം. ദാറ്റ് ഈസ് എ ഡെൻസിറ്റി. ഡെൻസിറ്റിയും സൗണ്ടിൻ്റെ സ്പീഡും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. നമുക്കറിയാം ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമിഡിറ്റി ഈസ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ എയർ, ഇല്ലേ? എയറിലുണ്ടാകുന്ന വാട്ടർ വേപ്പേഴ്സിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഹ്യൂമിഡിറ്റി വിൻ്ററിൽ എങ്ങനെയാണ്? വിൻ്ററിൽ കുറവായിരിക്കും, സമ്മറിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിരിക്കും. മനസ്സിലായില്ല. അപ്പം ഈ ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച്, അതായത് സമ്മർ സീസണിൽ ഹ്യൂമിഡിറ്റി കൂടുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് സൗണ്ടിൻ്റെ സ്പീഡും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ്? ഡെൻസിറ്റി എങ്ങനെയാണ്? ഡെൻസിറ്റി അവിടെ കുറയും. മനസ്സിലായല്ലോ. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് സൗണ്ടിൻ്റെ സ്പീഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഹ്യൂമിഡിറ്റിയും സ്പീഡ് ഓഫ് സൗണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്ത് പറയാം? ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡും അവിടെ കൂടും. മനസ്സിലായല്ലേ. ആ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഡെൻസിറ്റി എങ്ങനെയാണ്? ഡെൻസിറ്റി കുറയും. മനസ്സിലായതുണ്ടല്ലോ. അപ്പോൾ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് സൗണ്ടും എങ്ങനെയാണ്? ഡെൻസിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡ് കൂടും. മനസ്സിലായില്ലേ. ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് സൗണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനലാണ്. അതേസമയം ഹ്യൂമിഡിറ്റിയും സൗണ്ടിൻ്റെ സ്പീഡും എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രപ്പോർഷനലാണ്. ക്ലിയർ ആയല്ലോ. അതായത് ഹ്യൂമിഡിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹ്യൂമിഡിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? സ്പീഡ് ഓഫ് സൗണ്ട് അവിടെ കൂടും. സ്പീഡ് ഓഫ് സൗണ്ട് അവിടെ കൂടും. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡ് അവിടെ കൂടും. അതാണ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഡെൻസിറ്റി എങ്ങനെയാണ്? ഡെൻസിറ്റി കുറയും, അല്ലേ? ഹ്യൂമിഡിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി എങ്ങനെയാണ്? ഡെൻസിറ്റി കുറയും. മനസ്സിലാകുന്നുണ്ടല്ലോ. ഡെൻസിറ്റി കുറയും. ഈ ഡെൻസിറ്റി കുറയുമ്പോൾ അവിടുത്തെ സൗണ്ട് എങ്ങനെയാണ്? അത് കൂടും. ഡെൻസിറ്റി കുറയുവാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറയുമ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് എങ്ങനെയാണ്? കൂടും. സ്പീഡ് ഓഫ് സൗണ്ട് കൂടും. മനസ്സിലായല്ലോ. അപ്പോൾ ഡെൻസിറ്റി കുറയുവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് എങ്ങനെയാണ്? അവിടെ കൂടും. അതേസമയം ഹ്യൂമിഡിറ്റി കൂടുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഓൾസോ ഇൻക്രീസസ്. ക്ലിയർ ആയല്ലോ. അപ്പം ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ സ്പീഡ് ഓഫ് സൗണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് സൗണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ്? നേച്ചർ, അല്ലേ? മീഡിയത്തിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സ്, വിൻഡൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിൻഡ് കൂടുതലോ കുറയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടും സൗണ്ടിൻ്റെ സ്പീഡിന് അവിടെ വേരിയേഷൻ സംഭവിക്കാം. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെയാണ് സൗണ്ടിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ഓഫ് ദി സൗണ്ട്, അതുപോലെ തന്നെ ഡെൻസിറ്റി ഉണ്ട്, ദെൻ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, നേച്ചർ ഓഫ് ദി മീഡിയം ഉണ്ട്, ദെൻ ഹ്യൂമിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വിൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് സൗണ്ടിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ: ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഡെൻസിറ്റി, നേച്ചർ ഓഫ് ദി മീഡിയം, വിൻഡ്. ടെമ്പറേച്ചർ ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട്. Speed of sound changes along with the change in temperature of the media through which it travels. Whatever be the media, when the temperature rises, speed of sound through it also increases. Humidity and speed of sound. The amount of water vapor in the air is humidity. It is less during winter and high in summer. The speed of sound increases with increase in humidity. This is because the density of air decreases with the increase in humidity. ഇനി നമുക്ക് നോക്കാം സൗണ്ടിൻ്റെ ചില പ്രതിഭാസങ്ങൾ, അതായത് സൗണ്ടിൻ്റെ ചില ഫിനോമിനാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ലൈറ്റ് ഒരു സ്മൂത്ത് സർഫസിൽ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? അത് റിഫ്ലക്റ്റ് ചെയ്യും, ഇല്ലേ? റഫ് സർഫസിനേക്കാളും സ്മൂത്ത് സർഫസിൽ വന്ന് വീഴുവാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ ഈ സൗണ്ട് വേവ്സും ഇതുപോലെ സ്മൂത്ത് സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സർഫസ് എടുത്തിരിക്കുന്ന ആ സർഫസിൽ 2 PVC പൈപ്പ് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ഒരു ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്.
നമ്മൾ ഈ ക്ലോക്കിൻ്റെ സൗണ്ടല്ലോ ടിക് ടിക് എന്നുള്ള സൗണ്ടല്ലോ ഉണ്ടല്ലോ, ആ സൗണ്ട് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പൈപ്പ്, ആ എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പൈപ്പിൽ കൂടെ ആ സൗണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടുന്നു. ദെൻ ആ രണ്ട് പൈപ്പും ആ ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് പ്ലേറ്റിനോട് ഇങ്ങനെ കോണിക്കലായിട്ട് രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റേ സൈഡിൽ, അതായത് പൈപ്പ് PVC പൈപ്പ് ബി എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ സൈഡിൽ നമ്മൾ ചെവി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോക്കിൻ്റെ സൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. നമ്മൾ പുറമേ നിന്ന് കേൾക്കുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് നമ്മൾ ചെവി ആ പൈപ്പിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് അതേപടി നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിന് കാരണം എന്താണ്? അവിടെ ഗ്ലാസ് പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്, ശരിയല്ലേ? ഗ്ലാസ് പ്ലേറ്റ് വെച്ചിരിക്കുമ്പോൾ എന്താണ്, ഗ്ലാസ് പ്ലേറ്റ് അവിടെ സ്മൂത്ത് സർഫസ് ആണ് അല്ലേ, സ്മൂത്ത് സർഫസിൽ സൗണ്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് മറ്റേ പൈപ്പിൽ കൂടെ വരുന്നു, മനസ്സിലായല്ലോ? അപ്പോൾ അതേസമയം ഒരു റഫ് സർഫസ് ആണെങ്കിൽ ഇതുപോലെ കേൾക്കുമോ? ഇല്ല, റഫ് സർഫസിൽ അധികം റിഫ്ലക്ഷൻ നടക്കുന്നില്ല. ലൈറ്റിൻ്റെ കാര്യത്തിൽ പഠിച്ച പോലെ തന്നെ റഫ് സർഫസിൽ എങ്ങനെയാണ് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ സ്മൂത്ത് സർഫസ് ആയപ്പോൾ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു, മനസ്സിലായല്ലോ? അപ്പോൾ സൗണ്ടും ഒരു സ്മൂത്ത് സർഫസിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് സൗണ്ട് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് വെരി വെൽ ഫ്രം സ്മൂത്ത് സർഫസ്. നല്ല സ്മൂത്ത് സർഫസിൽ സൗണ്ട് നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഇനി നമ്മൾ പറഞ്ഞു സൗണ്ട് നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി സൗണ്ട് എവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ, നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അടച്ചിട്ട റൂമാണെന്ന് ചോദിച്ചു. അപ്പോൾ അടച്ചിട്ട റൂമിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങളിലെല്ലാം തട്ടിയേച്ച് സൗണ്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ നമുക്കത് കേൾക്കാൻ സാധിക്കും. സൗണ്ട് ഇങ്ങനെ പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. വോളിൽ തട്ടിയേച്ച് റിഫ്ലക്റ്റ് ചെയ്യും, സീലിങ്ങിൽ തട്ടിയേച്ച് റിഫ്ലക്റ്റ് ചെയ്യും, വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം തട്ടിയേച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമുക്കവിടെ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ റിഫ്ലക്ഷനെ പറയുന്നതാണ് ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, അതായത് സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, സൗണ്ട് പല വസ്തുക്കളിൽ തട്ടി വെച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള റിഫ്ലക്ഷനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? ഒരു രീതിയിലായിരിക്കും ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അല്ലല്ലോ, പല സ്ഥലങ്ങളിൽ തട്ടിയച്ചല്ലേ വരുന്നത്. അപ്പം ആ എല്ലായിടത്തും തട്ടിയച്ച് റിപ്പീറ്റഡ് ആയിട്ട്, ഇപ്പം സീലിങ്ങിൽ തട്ടിയച്ച് അത് പിന്നെ വോളിൽ തട്ടുന്നുണ്ട്, പിന്നെ ഫ്ലോറിൽ തട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മെഗാഫോൺസ്, അതുപോലെ അല്ലെങ്കിൽ ഹോൺസ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിലെല്ലാം ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. മെഗാഫോണൊക്കെ ഉണ്ടല്ലോ, അതായത് സൗണ്ട് ദൂരേക്ക് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഷെഹനായി പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിലൊക്കെ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അത് ആ കുഴലുണ്ടല്ലോ, ആ കുഴലിൽ കൂടെ സൗണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഒരു കോണിക്കൽ ഷേപ്പിലുള്ളതല്ലേ, ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഓപ്പണിംഗ് അല്ലേ. അപ്പം ആ ഓപ്പണിങ്ങിൽ കൂടെ സൗണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അത് പോകാനും സാധിക്കും. അതുപോലെ തന്നെ ലൗഡറായിട്ട് ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിനെ ലൗഡറായിട്ട് കേൾക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ആണ്, അതായത് മെഗാഫോൺസ്, ഹോൺസ്, ദെൻ അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഷഹനായി പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെതസ്കോപ്പില്ലേ, ഡോക്ടേഴ്സിൻ്റെ കയ്യിലുള്ള സ്റ്റെതസ്കോപ്പ്, അതിലും മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. അവിടെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, അത് ആ ഡയഫ്രം അവിടെ കാണും, ആ ഡയഫ്രത്തിൽ തട്ടി വെച്ച് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ആ കോഴിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് സൗണ്ട് ചെവിയിലേക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ ഹോളൊക്കെ ഉണ്ടല്ലോ, ഈ ഹോളിൻ്റെ ഒക്കെ സീലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിങ്ങനെ കർവ്ഡ് ഷേപ്പിലായിരിക്കും ഹോളിൻ്റെ സീലിംഗ്. അതുപോലെ തന്നെ ആ സ്റ്റേജൊക്കെ ആണെങ്കിൽ ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും ആ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കർവ്ഡ് ഷേപ്പ് ആകാൻ നേരത്ത് ഈ സൗണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, ചെന്ന് തട്ടി വെച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് ഈക്വലായിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കും എത്തിച്ചെല്ലും ഈ കർവ്ഡ് ഷേപ്പിലായിരിക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിലും ഒക്കെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ബോർഡ്സുകളൊക്കെ ഉണ്ട്, അത് ഈ വലിയ സ്റ്റേജുകളും ഒക്കെ ഉണ്ടല്ലോ, ഓഡിറ്റോറിയത്തിലൊക്കെ വലിയ സ്റ്റേജുകളിലൊക്കെ ഈ സ്റ്റേജിൻ്റെ സൈഡിലായിട്ടൊക്കെ ഈ സൗണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി കർവ്ഡ്
റൗണ്ട് ഷേപ്പിലുള്ള ഈ സൗണ്ട് ബോർഡുകളൊക്കെ വെച്ചിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് തട്ടി വെച്ച് സൗണ്ട് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വഴി ഈക്വൽ ആയിട്ട് തന്നെ എല്ലാവരിലേക്കും എത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നിങ്ങളൊരു ഒഴിഞ്ഞ റൂമിൽ നിന്നുകൊണ്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു അടച്ചിട്ട ഒരു ഒഴിഞ്ഞ റൂമിൽ നിന്ന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഒരു ബൂം സൗണ്ട്, അതായത് ഒരു മുഴക്ക രീതിയിലുള്ള സൗണ്ട് ആയിരിക്കുമല്ലോ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നത്? അങ്ങനെ ഒരു ബൂം അല്ലെങ്കിൽ മുഴക്കം രീതിയിലുള്ള സൗണ്ട് ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ സൗണ്ട് എവിടെയൊക്കെ ചെന്ന് തട്ടുന്നുണ്ട്? വോൾസിൽ തട്ടുന്നുണ്ട്, ഫ്ലോറിൽ തട്ടുന്നുണ്ട്, സീലിങ്സിൽ തട്ടുന്നുണ്ട്, അല്ലേ? എല്ലായിടത്തും അത് തട്ടിയേച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വോൾസിലും സീലിങ്സിലും അതുപോലെ തന്നെ ഫ്ലോറിലും ഒക്കെ തട്ടിയേച്ച് വരുന്ന സൗണ്ട് നമ്മളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് റിപ്പീറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേ സമയത്ത് കേൾക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒന്ന് കേട്ടു, അത് അടുത്തത് കേട്ടു, ഇത് അടുത്തത് കേട്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് കേൾക്കുന്നത്. അതായത് ഒരു സൗണ്ട് ഇപ്പം ഫ്ലോറിൽ വന്ന് തട്ടിയേച്ച് ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ എത്തുന്നുണ്ട്, അത് നമ്മുടെ ചെവിയിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മറ്റേ വോളിൽ തട്ടിയേച്ച് വരുന്ന സൗണ്ടും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതും നമ്മൾ കേൾക്കുന്നുണ്ട്, ആ സമയം കുറച്ച് സമയം പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നിലനിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ വോളിലും അതുപോലെ തന്നെ സീലിങ്ങിലും തട്ടിയേച്ച് സൗണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഫ്ലോറിൽ എന്നുള്ള സൗണ്ട് നമ്മുടെ ചെവിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയപരിധിക്കുള്ളിൽ തന്നെയാണ് മറ്റ് സൗണ്ടും കൂടെ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു എഫക്റ്റ് സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നത്. അതാണ് ആ ബൂം അല്ലെങ്കിൽ മുഴക്കം രീതിയിലുള്ള സൗണ്ട് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇയറിൻ്റെ ഒരു എബിലിറ്റിയാണ്. അപ്പോൾ ആ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, അതായത് നമ്മൾ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ ചെവിയിൽ ഏകദേശം 1/10 സെക്കൻഡ് സമയത്ത് പേഴ്സിസ്റ്റ് ചെയ്യുന്നു, നിലനിൽക്കുന്നുണ്ട്. 1/10 സെക്കൻഡ് സമയം നമ്മളൊരു സൗണ്ട് കേൾക്കുമ്പോൾ ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ അടുത്ത സൗണ്ടും കേൾക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ ആ പറയുന്ന കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് known as the persistence of hearing. That is the sensation of hearing produced by the sound is retained for a time period of 1/10 second. That characteristics of ear is known as the persistence of ഹിയറിംഗ് അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത എന്ന് പറയും. മനസ്സിലായില്ല? അപ്പം ആ 1/10 സെക്കൻഡ് സമയത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 1/10 സെക്കൻഡിനുള്ളിൽ അടുത്ത സൗണ്ടും വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അടുത്ത സൗണ്ടും വരുമ്പോൾ നമുക്ക് അതും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതേ പ്രതിഭാസം തന്നെയാണ് നമ്മുടെ കണ്ണിനും ഉണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. നിങ്ങൾ 10th വരുമ്പോൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. കണ്ണിനും ഇതേ പ്രതിഭാസം തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു വസ്തുവിനെ ഒരു പർട്ടിക്കുലർ സമയം, അത് കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കണ്ണിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടുത്ത ഇമേജും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് എ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും. അപ്പോൾ കണ്ണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ചെവിയിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അത് 1/10 സെക്കൻഡ് സമയത്താണ് അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് എ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് തട്ടി മറ്റേ സ്ഥലത്ത് തട്ടി അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആ സൗണ്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് പറയുന്നതാണ്, ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് റിവർബറേഷൻ എന്ന് പറയും. റിവർബറേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് റിവർബറേഷൻ ഈസ് എ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ടിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് ആ സൗണ്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ റിവർബറേഷൻ. അനുരണനം എന്ന് പറയും മലയാളത്തിൽ. ദാറ്റ് ഈസ് എ റിവർബറേഷൻ. ദെർഫോർ റിവർബറേഷൻ ഈസ് എ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന ആ മുഴക്കമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് എത്തുന്ന ആ സൗണ്ട് ക്ലിയർ ആയിട്ട് നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ സർഫസും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന സൗണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ കേൾക്കുന്ന അതിന് പറയുന്നതാണ് ദാറ്റ് ഈസ് എ എക്കോ എന്ന് പറയും. എക്കോ.
മനസ്സിലായില്ലേ? എക്കോ പ്രൊഡ്യൂസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണ്? അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സൗണ്ടിൻ്റെ എക്കോ നമുക്ക് കേൾക്കുമല്ലോ. അതെപ്പോഴാണ് കേൾക്കുന്നത്? അതായത് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സൗണ്ട് എവിടെയാലും ചെന്ന് തട്ടി വെച്ച് അതേ രൂപത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ആ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് എക്കോ. എക്കോ മനസ്സിലായല്ലോ? അപ്പോൾ എക്കോ ഈസ് എ ഫിനോമിന ഓഫ് ഹിയറിംഗ് എ സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സർഫസ് ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട്. അതായത് ഒറിജിനൽ സൗണ്ട് കേട്ടതിന് ശേഷം അതേ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കേൾക്കുന്നു, അതിനെ പറയുന്നതാണ്, അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നു, അതിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ എക്കോ. മനസ്സിലായല്ലോ? അപ്പോൾ എക്കോ ഈസ് എ ഫിനോമിന ഓഫ് ഹിയറിംഗ് എ സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സർഫസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ്, എന്തെങ്കിലും തടസ്സങ്ങളിൽ ചെന്ന് തട്ടുക എന്ന് പറയില്ലേ. അപ്പം ദെൻ എപ്പോഴാണത് കേൾക്കുന്നത്? ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട്, ദാറ്റ് ഈസ് എക്കോ. അപ്പോൾ ഈ എക്കോ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മളും അല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സോഴ്സും ഉണ്ടല്ലോ, ആ സോഴ്സും അതുപോലെ തന്നെ ആ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ആ ഡിസ്റ്റൻസിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്കോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ ഏതാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. നമ്മൾ പറഞ്ഞ സൗണ്ടിൻ്റെ സ്പീഡ് എയറിൽ 343 അല്ലെങ്കിൽ 331 അതുപോലെ തന്നെ 346 എന്നൊക്കെ കണ്ടു ഓരോ ടെമ്പറേച്ചറിലും. അപ്പം അതിൻ്റെ എല്ലാത്തിനും കൂടെ ഒരു ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേഷന് വേണ്ടി ഒരു സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 340 മീറ്റർ പെർ സെക്കൻഡ് ആക്കി നമ്മൾ എടുക്കുകയാണ്. മനസ്സിലായല്ലേ? അപ്പം സൗണ്ടിൻ്റെ സ്പീഡ് സപ്പോസ് നമ്മളൊരു 340 മീറ്റർ പെർ സെക്കൻഡ് ആക്കി എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ആണല്ലേ, മിനിമം ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ കേൾക്കുന്ന സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്, അത് എത്ര സമയം നിൽക്കുന്നുണ്ട്, അവിടുത്തെ സമയം എത്രയാണ്? 1/10 സെക്കൻഡ് സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് അവിടെ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്, അത് നമ്മുടെ ചെവിയിൽ എത്ര സമയം നിൽക്കുന്നുണ്ട്? 1/10 സെക്കൻഡ് സമയം നിൽക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സമയം നമുക്ക് ആ 1/10 സെക്കൻഡാക്കി എടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം ഡിസ്റ്റൻസിലേക്ക് ഇക്വേഷൻ മാറ്റുക. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് എടുക്കാം. സ്പീഡ് നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ പറഞ്ഞു 340 മീറ്റർ ആണെന്ന് പറഞ്ഞു. സമയം എന്നുള്ളത് എത്രയാണ്? 1/10 സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ക്യാൻസൽ ആയി പോകും. ദെർഫോർ എത്ര കിട്ടി? 34 മീറ്റർ. ഡിസ്റ്റൻസ് 34 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 34 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതായത് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്ന ആ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത്. നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, അവിടെ ചെന്ന് തട്ടിച്ച് തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ആ സൗണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്? ടോട്ടൽ 34 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? ടോട്ടൽ അത് ആ സൗണ്ട് 34 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സൗണ്ട് അവിടെ ചെന്ന് തട്ടിയേച്ച് തിരിച്ച് വരുന്നുണ്ട്, ആ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ആ സോഴ്സും എന്താണ് റിഫ്ലക്റ്റിംഗ് സർഫസും നമ്മളുണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ. അവിടെ ചെന്ന് തട്ടിയേച്ച് ആ സൗണ്ട് അതേ ട്രാവൽ ചെയ്ത് വരുന്നതാണ് ഈ 34 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ആ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും നമ്മളുണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ d/2 ആയിരിക്കുമല്ലോ. d/2 എന്ന് പറയുമ്പോൾ 34/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 മീറ്റർ. അപ്പോൾ 17 മീറ്റർ ആണ് ഒരു സൗണ്ടിൻ്റെ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുണ്ടായിരിക്കേണ്ട മിനിമം ഡിസ്റ്റൻസ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം 17 മീറ്റർ ആയിരിക്കണം ഒരു മിനിമം ഡിസ്റ്റൻസ്. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസ് തമ്മിലൊരു 17 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അവിടെ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, അതേ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ 17 മീറ്ററിൽ കൂടുതലാകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ദാറ്റ് ഈസ് എക്കോ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലാകുന്നല്ലോ? അപ്പോൾ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? 17 മീറ്റർ ആണ്. മനസ്സിലാവും? അപ്പോൾ ഇതിങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെയും ആ സൗണ്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ
എക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് 17 മീറ്റർ ആയിരിക്കണം. അതായത് ആ സൗണ്ട് ചെന്ന് തട്ടി വെച്ച് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 17 മീറ്റർ ആയിരിക്കണം. അപ്പോൾ 17 മീറ്ററിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എക്കോ കേൾക്കാൻ സാധിക്കും. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് 17 മീറ്ററിൽ കൂടുതലാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ എക്കോ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 17 മീറ്റർ. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. ദറ്റ് ഈസ് വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇഫ് ദ എക്കോ വെയർ ടു ബി ഹിയർഡ് വൈൽ അണ്ടർ വാട്ടർ? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഈസ് 1482 മീറ്റർ പെർ സെക്കൻഡ്. അതായത് വെള്ളത്തിനുള്ളിൽ വെച്ച് എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സോഴ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എയറിലുണ്ടാകുന്ന മിനിമം ഡിസ്റ്റൻസ് 17 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളത്തിനുള്ളിൽ വെച്ച് എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സോഴ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുണ്ടാകുന്ന മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന കാര്യം വാട്ടറിലുള്ള സൗണ്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്രയാണ്? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1482 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ്? ഡിസ്റ്റൻസ് ആണ് വേണ്ടതല്ലേ? അപ്പം ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ദെൻ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് 1482 ആണ് തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? പെർസിസ്റ്റ് ചെയ്യുന്ന സമയം ദാറ്റ് ഈസ് 1/10 തന്നെയാണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ദാറ്റ് ഈസ് 148.2 മീറ്റർ. ഇത്രയും ഡിസ്റ്റൻസ് അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ്? മിനിമം ഡിസ്റ്റൻസ് ഇതേ ഡിവൈഡ് ബൈ 2. Therefore the minimum distance is equal to 148.2 divided by 2. ഇതിൻ്റെ ഹാഫ് കാണുക. ദാറ്റ് ഈസ് എത്രയാണ്? 72.1 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ 72.1 മീറ്റർ ആണ് വെള്ളത്തിനുള്ളിൽ വെച്ചിട്ട് എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്? ദാറ്റ് ഈസ് എക്കോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സൗണ്ടിനെ കുറിച്ചാണ്. സൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കുറച്ച് ഫിനോമിനാസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതായത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ദെൻ റിവർബറേഷൻ, ദെൻ എക്കോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.